ഇന്ത്യയുടെ അഭിമാനം കാത്ത സൈനിക തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ടത് സേനാ വിഭാഗങ്ങളിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന 2 വനിതകൾ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരുപോലെ തന്നെ സ്ത്രീകളുടെ കരുത്തിനെയും കണ്ണീരിനെയും എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന തിരഞ്ഞെടുപ്പാണ് ഈ ഓഫീസർമാരെ തിരഞ്ഞെടുക്കുന്നതിലും ഉണ്ടായത്. കരസേനയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലെ ഓഫീസറാണ് കേണൽ സോഫിയ ഖുറേഷി. मैं आप सबको बताना चाहती हूं कि किसी भी सैन्य ठिकाने का निशाना नहीं बनाया गया और अभी तक किसी तरह की नागरिक क्षति की रिपोर्ट नहीं है. രാജ്യങ്ങളുടെ സംയുക്ത സേനാഭ്യാസത്തിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതയാണ്. 2016 ഫോഴ്സ് 18 എക്സസൈസിൽ സോഫിയ ഇന്ത്യയെ നയിച്ചത്. പങ്കെടുത്ത 18 സേനാ വിഭാഗങ്ങളിലെ ഒരേയൊരു വനിതാ കമാൻഡറുമായിരുന്നു സോഫിയ. ഐക്യരാഷ്ട്ര സംഘടനയുടെ സമാധാന സേനയുടെയും ഭാഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ത്രീ ആയതുകൊണ്ടല്ല, പൂർണ്ണമായും മികവിന്റെ അടിസ്ഥാനത്തിലാണ് സോഫിയയുടെ നിയമനമെന്ന് മുൻ സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞത് ശ്രദ്ധേയമായിരുന്നു. സൈനിക പശ്ചാത്തലമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന സോഫിയയുടെ ജീവിത പങ്കാളിയും സൈനിക ഓഫീസറാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് വ്യോമസേനയിൽ കോപ്റ്റർ പൈലറ്റാണ്. All the targets were neutralized with clinical efficiency, and the results reiterate the professionalism of the Indian Armed Forces in the plan. I say to the whole world, India will identify, track and punish every terrorist